നമസ്കാരം. ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ റദ്ദ് ചെയ്തതായിട്ടാണ് വാർത്ത. ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. തീരുമാനം തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാകണം. എന്നാൽ അത് ലീഗലായിട്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് മാറാൻ അതിൻ്റെ സമയമെടുക്കും. അല്ലാതെ നടക്കാത്ത ഒരു കാര്യമാണ് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് അനിശ്ചിതത്വത്തിൽ നിന്നിരുന്ന നിമിഷപ്രിയയുടെ കേസ് വളരെ പെട്ടെന്ന് ഒരു നല്ല വഴിത്തിരിവിലേക്ക് എത്തിയത് അദ്ദേഹം ഇടപെട്ടതിന് ശേഷം മാത്രമാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫലവും കാണാതെ പോയപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇടപെടേണ്ടതുപോലെ ഇടപെട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതും ഇപ്പോൾ വധശിക്ഷ റദ്ദ് ചെയ്തതും. ഇനി മുമ്പിലുള്ള ചോദ്യം, നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടുമോ അതോ അവിടെ ജയിലിൽ തുടരേണ്ടി വരുമോ എന്നുള്ളതാണ്. എന്തായാലും ഇത്രയുമൊക്കെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാറിയ സ്ഥിതിക്ക് നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നിമിഷപ്രിയയെക്കുറിച്ച് ഇതുവരെ അറിവില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം വളരെ ചുരുക്കത്തിൽ ഈ കേസിനെക്കുറിച്ച് ഒന്ന് വിവരിക്കുകയാണ്. നിമിഷപ്രിയ പാലക്കാട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയ ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. കാരണം നിമിഷപ്രിയയുടെ അമ്മയുടെ പേര് പ്രേമകുമാരി എന്നാണ്. പ്രേമകുമാരി എന്ന പേര് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാവാനിടയില്ല. ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരല്പം മതത്തിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ പ്രേമകുമാരി തീർച്ചയായിട്ടും ഒരു ഹിന്ദുവാണ്. കുമാർ, കുമാരി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ പേരിൻ്റെ ഒപ്പം ഉള്ളത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതനുസരിച്ച് തീർച്ചയായിട്ടും നിമിഷപ്രിയ ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. എന്നാൽ നിമിഷപ്രിയ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. ഇനി നിമിഷപ്രിയ 2008 ആദ്യമായിട്ട് യമനിലേക്ക് പോകുന്നത്. നിമിഷപ്രിയ ബൈ പ്രൊഫഷൻ ഒരു നേഴ്സാണ്. അവിടെ എത്തിയ ഒരു ക്ലിനിക്കൽ ജോലിക്ക് കയറി. വലിയ ശമ്പളമൊന്നുമില്ല, ചെറിയ ശമ്പളം മാത്രമേ ഉള്ളൂ. അങ്ങനെ 2008 മുതൽ 2011 വരെ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്ത ശേഷം നാട്ടിൽ അവധിക്ക് എത്തി. 2011 ടോമി എന്നു പേരുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം 2012 തിരികെ വീണ്ടും യമനിലേക്ക് പോയി. നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ സന്ദർശകരായിരുന്നു നിമിഷപ്രിയയുടെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന തലാൽ അബ്ദോ മേദിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അവരവിടെയാണ് ഏതെങ്കിലുമൊക്കെ രോഗമുണ്ടെങ്കിൽ ചികിത്സയ്ക്കായിട്ട് വന്നിരുന്നത്. അങ്ങനെ നിമിഷപ്രിയയും തലാലിൻ്റെ കുടുംബവും തമ്മിൽ പരിചയത്തിലായി. അവർ തമ്മിൽ നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. നിമിഷപ്രിയയുടെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് നിമിഷപ്രിയയും അവരുടെ ഭർത്താവ് ഒരു വെൽഡറായിട്ടായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത്. ഏതാണ്ട് 3-3.5 കൊല്ലം അവിടെ ജോലി ചെയ്തിട്ടും അവർക്ക് കാര്യമായിട്ട് സാമ്പത്തിക മെച്ചമൊന്നും ഉണ്ടായില്ല. അതേ തുടർന്ന് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തങ്ങൾ തീരുമാനിച്ചു എന്നാണ് നിമിഷപ്രിയ പറഞ്ഞത്. ഇവിടെ വളരെ വലിയ ഒരു കോൺട്രാഡിക്ഷനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിൽ പണമൊന്നുമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ 2 വ്യക്തികൾ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ മറുപടിയായിട്ട്, സാമ്പത്തികത്തിൻ്റെ മറുപടിയായിട്ട് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം നാട്ടിലെത്തി പണം സമാഹരിക്കാനായിരുന്നു തങ്ങളുടെ തീരുമാനമെന്നാണ്. അങ്ങനെ നിമിഷപ്രിയയുടെ ഭർത്താവും ടോമിയും കൂടെ നാട്ടിലേക്ക് വരികയാണ് 2015. അങ്ങനെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തലാലും അവരുടെ കൂട്ടത്തിൽ നാട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. തലാല് നാട് കാണാനായിട്ട് വന്നതായിട്ടാണ് വിശദീകരണം. അപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവും തലാലിൻ്റെ കുടുംബവും തമ്മിൽ സാധാരണയിൽ കവിഞ്ഞ ഒരു അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ ക്ലിനിക്ക് വഴി ഉണ്ടായ അടുപ്പമാണ്. അങ്ങനെ നാട്ടിലെത്തി. ഇവിടെ ഏതാണ്ട് 1 മാസത്തോളം തലാൽ ഉണ്ടായിരുന്നു. തലാലിൻ്റെ ഒപ്പം നിമിഷപ്രിയയുടെ ഭർത്താവും പലയിടങ്ങളിലും പോയി. അതിനിടയിൽ അവർ ക്ലിനിക്ക് തുടങ്ങാനുള്ള പണം ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ശരി, 1 മാസം കഴിഞ്ഞ് തിരികെ പോകുന്നത് നിമിഷപ്രിയ തലാലിൻ്റെ ഒപ്പമാണ്. നിമിഷപ്രിയയുടെ ഭർത്താവ് നാട്ടിൽ തന്നെയാണ്. അവർക്ക് ആ സമയത്ത് ഒരു കുട്ടിയുമുണ്ട്. ഭർത്താവ് നാട്ടിൽ തന്നെ തുടർന്നതിൻ്റെ കാരണമായിട്ട് നിമിഷപ്രിയ പറഞ്ഞത് ക്ലിനിക്ക് തുടങ്ങാനുള്ള പണം സമാഹരിക്കാൻ വേണ്ടിയാണെന്നായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നും യമനിൽ തിരിച്ചെത്തിയ നിമിഷപ്രിയ പിന്നെ പറയുന്നത്, ഞാൻ പഴയ ജോലിക്ക് കയറിയില്ല, നേരെ പുതിയ ക്ലിനിക്ക് തുടങ്ങുകയായിരുന്നു. ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ സംശയം. അതായത് കയ്യിൽ പണമില്ലാതെ നിമിഷപ്രിയയ്ക്ക് എങ്ങനെ ക്ലിനിക്ക് തുടങ്ങാൻ പറ്റും? അപ്പോൾ തീർച്ചയായിട്ടും ക്ലിനിക്ക് തുടങ്ങിയത് നിമിഷപ്രിയയാകാൻ സാധ്യതയില്ല എന്നും അതിന് പണം മുടക്കിയത് തലാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആണ് എന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. കാരണം
പണം ഇല്ലാതെയാണ് നിമിഷപ്രിയ അങ്ങോട്ട് പോയത്. അങ്ങനെ അവിടെ ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് നിമിഷപ്രിയയും തലാലും തമ്മിൽ വിവാഹിതരായി എന്നതാണ്. അത് നിമിഷപ്രിയ തന്നെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അവർ രണ്ടുപേരും വിവാഹിതരായി നിമിഷപ്രിയ തലാലിൻ്റെ വീട്ടിൽ ജീവിച്ചു. നാട്ടിൽ ഭർത്താവും ഒരു കുട്ടിയുമുള്ള നിമിഷപ്രിയ തലാലിനെ എന്തിന് വിവാഹം കഴിച്ചു എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നേക്കും. എങ്കിലും അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. നിമിഷപ്രിയ തലാലിനെ വിവാഹം കഴിച്ചിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് രണ്ടുപേർക്കുമെതിരെ അവിടുത്തെ പോലീസ് ഒരു കേസെടുത്തിരുന്നു. വിവാഹ തട്ടിപ്പിൻ്റെ പേരിലാണോ മറ്റെന്തിൻ്റെങ്കിലും പേരിലാണോ എന്നറിഞ്ഞുകൂടാ, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഈ രണ്ടുപേരെയും അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ യമനിലെ കോടതി ഇവർ രണ്ടുപേരെയും ഏതാണ്ട് 16 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ആ റിമാൻഡ് കാലയളവിൽ അവിടെ നിന്നും പുറത്തു വരാൻ വേണ്ടി ഇവർക്ക് ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വന്നു എന്നാണ് വാർത്തകളിലുള്ളത്. അതായത് ഒരുപക്ഷെ വിവാഹേതര ബന്ധമോ മറ്റോ ആരോപിച്ചുള്ള ഒരു കേസായിരിക്കണം അവിടെ പോലീസ് എടുത്തിരുന്നത്. അതിൽ നിന്നും ഊരിപ്പോരാൻ തങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് അവർക്ക് തെളിയിക്കേണ്ടിയിരുന്നു. അങ്ങനെ അവരവിടെ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെ ഒപ്പം കുറേ ചിത്രങ്ങൾ ഹാജരാക്കിയപ്പോൾ കോടതി അത് പരിശോധിച്ച് ഇവർ വിവാഹിതരാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം, അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെട്ട ശേഷം രണ്ടുപേരെയും വെറുതെ വിടുകയായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും വിവാഹിതരായിട്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവിടെ ജീവിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടുത്തെ കോടതി വരെ സർട്ടിഫൈ ചെയ്ത കാര്യമാണ്. പക്ഷേ തലാലിൻ്റെ ഒപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണ് നിമിഷപ്രിയയ്ക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നിമിഷപ്രിയ പറയുന്നത് അയാളുടെ സ്വഭാവം മുമ്പുണ്ടായിരുന്നത് പോലെയൊന്നും ആയിരുന്നില്ല. പിന്നീട് അയാളുടെ സ്വഭാവം ആകെ മാറി. എന്നോടുള്ള പെരുമാറ്റം വളരെയധികം മോശമായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുമായിരുന്നു. പലപ്പോഴും അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല രാത്രികളിലും റോഡിൽ കഴിച്ച് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടണം എന്ന ചിന്തയായി പിന്നീട് നിമിഷപ്രിയയ്ക്ക്. പക്ഷേ നിമിഷപ്രിയ ലീഗലി അയാളുടെ ഭാര്യ ആയതുകൊണ്ട് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അയാളുടെ കസ്റ്റഡിയിലാണ് വെച്ചിരുന്നത്. കാരണം ക്ലിനിക്ക് നടത്തിക്കൊണ്ടു പോകുന്നത് നിമിഷപ്രിയയാണ്. തലാലായിരിക്കാം തീർച്ചയായിട്ടും പണം മുടക്കിയതെങ്കിലും ക്ലിനിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിമിഷപ്രിയയാണ്. പക്ഷേ അവിടെ നിന്നും കിട്ടുന്ന വരുമാനം മൊത്തം തലാലാണ് എടുക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് അവിടെ നിന്നും യാതൊരു വിധമായിട്ടുള്ള വരുമാനവും കിട്ടുന്നില്ല. അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നു. അയാൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിനൊപ്പം നിമിഷപ്രിയ പറഞ്ഞിരുന്നത് അവളെ അയാളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനായിട്ട് അയാൾ പലപ്പോഴും അവളെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും അതിന് വഴങ്ങിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നത് എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുസ്സഹമായ സാഹചര്യത്തിൽപ്പെട്ടപ്പോൾ, അതായത് അയാളുടെ ഭാര്യയായിട്ട് അവിടെ ജീവിച്ചുകൊണ്ട് അയാൾ കാണിക്കുന്ന എല്ലാ വിക്രിയകൾക്കും കൂട്ടു നിൽക്കേണ്ടി വരുന്നു. അതുകൂടാതെ ഇയാൾ പലപ്പോഴും പല ക്രിമിനൽ കേസുകളിലും പെട്ട് ജയിലിൽ പോകാറുണ്ട്. അങ്ങനെ ജയിലിൽ പോവുകയും അവിടെ പലപ്പോഴും ഇയാളെ കാണാൻ പോയിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ പാസ്പോർട്ട് തിരികെ തരണം എന്ന് പലവട്ടം അപേക്ഷിച്ചിട്ടും തലാല് അതിന് കൂട്ടാക്കിയില്ല എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. നിമിഷപ്രിയയ്ക്ക് എങ്ങനെയെങ്കിലും ഇയാളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കിയിട്ട് നാട്ടിൽ വരണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ തലാല് അതിന് മനസ്സോടെ സമ്മതിച്ചെങ്കിൽ മാത്രമേ അവൾക്ക് പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് തലാൽ ഒരു യമനി പൗരനാണ്, നിമിഷപ്രിയ ഒരു ഇന്ത്യൻ സിറ്റിസനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തലാലിനാണ് ഒരു മുൻതൂക്കം അവിടെ കിട്ടുക. എവിടെ പോയാലും, കോടതിയിൽ പോയാലും പോലീസിൽ പോയാലും അവിടുത്തെ പൗരനായിട്ടുള്ള തലാലിനാണ് മുൻതൂക്കം ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് അവിടെ നിന്നും അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ തനിക്ക് പോകാമായിരുന്നു എന്നാണ് നിമിഷപ്രിയ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ തലാൽ അതിന് തയ്യാറായില്ല. പാസ്പോർട്ട് മാത്രമല്ല, നിമിഷപ്രിയയ്ക്ക് തീർച്ചയായിട്ടും തലാലിൻ്റെ ഭാര്യാ പദവിയിൽ നിന്നുള്ള മോചനവും ആവശ്യമായിരുന്നു. ഭാര്യാ പദവിയിൽ നിന്നുള്ള മോചനം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കാൻ തലാലിന് അവകാശമില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തലാലിന് പാസ്പോർട്ട് നിമിഷപ്രിയയ്ക്ക് തിരികെ കൊടുക്കേണ്ടി വരും. എന്നാൽ ഭാര്യയായിട്ടിരിക്കുന്ന കാലത്തോളം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ നിമിഷപ്രിയയ്ക്ക് സാധിക്കില്ല. കാരണം ഭാര്യാഭർത്താക്കന്മാരാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് പാസ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന കാര്യത്തിൽ പോലീസിന് ഇടപെടാനേ പറ്റില്ല. എന്നാൽ ബന്ധമൊന്നുമില്ലാത്ത ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പാസ്പോർട്ട് അനധികൃതമായിട്ട് കൈവശം വെച്ച് അയാളെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ പോലീസിന് ഇടപെടാൻ പറ്റും. അപ്പോൾ നിമിഷപ്രിയയെ സംബന്ധിച്ച് തലാലിൻ്റെ പക്കൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് കണ്ടത് എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്നും വിവാഹമോചനം തേടുക. വിവാഹമോചനം നേടിയ ശേഷം നേരെ പോലീസിൽ ചെന്ന് പരാതി കൊടുത്ത് പോലീസ് വഴി തൻ്റെ പാസ്പോർട്ട് സ്വന്തമാക്കുക, എന്നിട്ട് നാട്ടിലേക്ക് പോവുക. പക്ഷേ തലാൽ വിവാഹമോചനത്തിന് ഒരിക്കലും തയ്യാറായിരുന്നില്ല. കാരണം തലാലിന് നിമിഷപ്രിയയെ കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നിമിഷപ്രിയ തലാൽ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ അവിടെ പോയിരുന്ന സമയത്ത്
അവിടെ കണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് പരിചയത്തിലാകുന്നതും അയാൾ ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ മനസ്സിലാക്കി നിമിഷപ്രിയയോട് അനുകമ്പ തോന്നി ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ വിവാഹമോചനം നേടിയേ പറ്റുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ അയാളുടെ ഭാര്യയാണ്. ഭാര്യയായിരിക്കുന്ന കാലത്തോളം ഇവിടുത്തെ നിയമത്തിനോ കോടതിക്കോ ഒന്നും തന്നെ അതിൽ ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ അയാളുടെ ഭാര്യ പദവിയിൽ നിന്നും മോചനം നേടി ഒഫീഷ്യലി ഡിവോഴ്സ് ചെയ്ത ശേഷം നമുക്ക് അയാളുടെ പാസ്പോർട്ട് വാങ്ങിയെടുക്കാം. പക്ഷേ അത് നടക്കില്ല എന്ന് നിമിഷപ്രിയ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ ഒരു വഴിയാണ്, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവനെ അടി കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവൻ സമ്മതിക്കുകയുള്ളൂ. ഇവനൊരു ക്രിമിനൽ മൈൻഡുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ ആവശ്യത്തൊന്നും വഴങ്ങിത്തരുന്ന ആളല്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ബോധം കെടുത്തി ഒന്ന് മയക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നന്നായിട്ട് പെരുമാറി അവനെക്കൊണ്ട് നിങ്ങൾ അവൻ്റെ ഭാര്യയല്ല എന്ന് സമ്മതിപ്പിച്ച് അവനെക്കൊണ്ട് അത് എഴുതി വാങ്ങിപ്പിക്കാം. പിന്നീട് നമുക്ക് വിവാഹമോചനം ഈസി ആയിട്ട് കോടതിയിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു ശ്രമം നടത്താൻ നിമിഷപ്രിയ അവസാനം തീരുമാനിക്കുകയാണ്. നിമിഷപ്രിയ ഇക്കാര്യത്തിൽ സഹായിക്കാനായിട്ട് അവൾ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ഹനാൻ എന്ന് പറയുന്ന യമനി നേഴ്സുമുണ്ട്. അപ്പോൾ ഈ ഹനാൻ എന്ന് പറയുന്ന യമനി നേഴ്സും യമനി പൗരനായ ആ ജയിലുദ്യോഗസ്ഥനും നിമിഷപ്രിയെ സഹായിക്കാൻ തീരുമാനിച്ചു എങ്കിൽ അതിനർത്ഥം നിമിഷപ്രിയ അവിടെ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അത്ര കണ്ട് ഗുരുതരമായത്. അങ്ങനെ ഹനാനും നിമിഷപ്രിയയും ചേർന്നാണ് തലാലിനെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത്. എന്നാൽ തലാൽ ലഹരിക്ക് അടിമയായ ഒരു വ്യക്തിയാണ്. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് അയാളുടെ ശരീരത്തിൽ ഇവർ കുത്തിവെച്ച സെഡേറ്റീവിന് വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതേ തുടർന്ന് അവർ അതേ സെഡേറ്റീവ് കുറേ കൂടെ ഹൈ ഡോസിൽ കുത്തിവെക്കുകയാണ്. ഇവർക്കിങ്ങനെ തലാലിൻ്റെ ദേഹത്ത് ഇത് കുത്തിവെക്കാനുള്ള അവസരം കിട്ടുന്നത് അയാളൊരു രോഗവുമായിട്ട് അവരെ സമീപിച്ചപ്പോഴാണ്. അയാൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നുവെന്ന് അതിന് മരുന്ന് നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അതിൻ്റെ മരുന്നാണെന്ന് പറഞ്ഞ് കുത്തിവെപ്പ് കൊടുക്കുന്നത്. എന്നാൽ ഒന്നാമത്തെ കുത്തിവെപ്പ് കൊണ്ട് ഗുണമുണ്ടാകാതെ വന്നപ്പോൾ അവർ രണ്ടാമത് വീണ്ടും ഹൈ ഡോസിൽ കുത്തിവെക്കുകയും തലാൽ ആ മരുന്നിൻ്റെ റിയാക്ഷൻ മൂലം അപ്പോൾ തന്നെ മരണപ്പെട്ടു പോയി എന്നുമാണ് നിമിഷപ്രിയ പറയുന്നത്. ഇങ്ങനെ തലാൽ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടു പോയപ്പോൾ ഇവർ രണ്ടുപേരും വല്ലാതെ അങ്ങ് പരിഭ്രാന്തരായിപ്പോയി. ആ സമയത്ത് അവർ ആ ജയിലുദ്യോഗസ്ഥനെ വിളിച്ച് വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മരിച്ചു പോയെങ്കിൽ എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല, ബോധം കെടുത്തി നൽകാനാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് തോന്നിയത് ഇയാളുടെ ശരീരം എവിടെയെങ്കിലും മറവ് ചെയ്യണമെന്നുള്ളത്. ഒന്നാമതായിട്ട് ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത്, ഇവർ കുത്തിവെച്ചത് ഹൈഡോസിലുള്ള കെറ്റാമിൻ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. ഈ മെഡിസിൻ യഥാർത്ഥത്തിൽ നേഴ്സുമാർക്ക് ഒരു ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഉപയോഗിക്കാൻ അനുവാദമില്ല. അതും ഹൈഡോസിൽ ഒരിക്കലും കുത്തിവെക്കാൻ അവർക്ക് അനുവാദമില്ല. അങ്ങനെ അത് കുത്തിവെക്കുന്നത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസാണ്. അങ്ങനെ അത് കുത്തിവെച്ചിട്ട് ആൾ മരിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വധശിക്ഷയ്ക്ക് തന്നെയാണ് അവർ വിധിക്കപ്പെടുക. അപ്പോൾ എന്താണ് തൽക്കാലം ചെയ്യേണ്ടതെന്ന് അവർക്ക് പെട്ടെന്നൊരു ധാരണയുണ്ടായില്ല. അപ്പോൾ എങ്ങനെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഐഡിയ ആണ് ഇയാളുടെ ശരീരം പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാട്ടർ ടാങ്കിൽ ഇടുക എന്നുള്ളത്. ഇങ്ങനെയൊരു തീരുമാനം അവരെടുത്തതിൻ്റെ പിന്നിലായിട്ട് പലരും പറയുന്നത്, അവർ കുത്തിവെച്ച മരുന്നിൻ്റെ ഇഫക്റ്റ് വെള്ളത്തിൽ കൊണ്ട് ശരീരം ഇട്ട് കഴിഞ്ഞാൽ അതില്ലാതാകുമെന്നും ഓട്ടോപ്സി ചെയ്താൽ പോലും ശരി കെറ്റാമിൻ്റെ സ്വാധീനം കണ്ടെത്താൻ പറ്റില്ല എന്നുമാണ്. എന്ത് തന്നെയായാലും ശരി, സംഭവിച്ചത് അവർ അയാളുടെ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടു. എന്നിട്ട് നിമിഷപ്രിയ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച് ദൂരേക്ക് പോയി. എന്നാൽ പോലീസിൻ്റെ എൻക്വയറി വന്നപ്പോൾ, അതായത് ശരീരം അഴുകി അതിൻ്റെ ദുർഗന്ധം അവിടെയെല്ലാം വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് എത്തി അത് കണ്ടെത്തുകയും തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ ഹനാൻ പിടിയിലാവുകയും ഹനാൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയുമാണ്. നിമിഷപ്രിയ പിന്നീട് 1 മാസത്തിനകം പോലീസ് അവിടെ നിന്ന് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. നിമിഷപ്രിയ അവിടുത്തെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വധശിക്ഷയ്ക്ക് വിധിച്ച നാൾ മുതൽ നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പല ശ്രമങ്ങളും നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നിമിഷപ്രിയയെ യഥാർത്ഥത്തിൽ തലാൽ തടങ്കലിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുകയായിരുന്നു എന്നും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം പാസ്പോർട്ട് ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ ഭാര്യാഭാഗത്തിൽ നിന്നുമുള്ള വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഇത് രണ്ടിനും വഴങ്ങാതെ അവളെ അവിടെ തന്നെ നിർത്തി മുതലെടുക്കാനായിട്ട് അയാൾ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അബദ്ധവശാൽ സംഭവിച്ച ഒരു കൊലപാതകമായതുകൊണ്ട്, അതായത് അയാളെ കുത്തിവെച്ചത് കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല, മയക്കുമരുന്നായിട്ട് നൽകിയതാണ്, അത് അബദ്ധവശാൽ ഹൈഡോസായിപ്പോയി മരണപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശരീരം കീറി മുറിച്ചതും ടാങ്കിലിട്ടതും എല്ലാം തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പോയ ഒരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയ രക്ഷപ്പെടുത്തണമെന്ന് പലരും ആഗ്രഹിച്ചതും അതിനുവേണ്ടി ശ്രമം നടത്തിയത്. എന്നാൽ ഇത്ര നാളും അതിനുവേണ്ടി നടത്തിയ ശ്രമം ഒന്നും തന്നെ ഫലം കണ്ടില്ല. കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും പല സംഘടനകളും മാറി മാറി ശ്രമിച്ചിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ശ്രീ കാന്തപുരത്തിൻ്റെ ഇടപെടലിലൂടെയാണ്
നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നത്. നിങ്ങൾക്കറിയാം, 17-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ശ്രീ കാന്തപുരം ഇടപെട്ടതിനെ തുടർന്ന് ആ വധശിക്ഷ മാറ്റിവെച്ചു. കാന്തപുരം ആ സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിമിഷപ്രിയയുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു രക്ഷകന്റെ റോളിൽ എത്തിയത് ശ്രീ കാന്തപുരമാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ റദ്ദ് ചെയ്തതായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ ഈ രക്ഷപ്പെടലിൽ ഇനിയും തുടർന്ന് അവൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സമ്പൂർണ്ണ ക്രെഡിറ്റ് ശ്രീ കാന്തപുരത്തിന് അവകാശപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. അവർക്കെല്ലാം തന്നെ അതിൽ അഭിമാനം കൊള്ളാം. എങ്കിലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരല്പം മതം എനിക്ക് പറയാനുണ്ട്. അതായത് ഈ നിമിഷപ്രിയ ഒരു ഹിന്ദു പെൺകുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിമിഷപ്രിയ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്കെല്ലാം പാലാ ബിഷപ്പ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഓർമ്മയാണ്. അദ്ദേഹം ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ എന്തോ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയ ആളാണ്. ഞാൻ ഈ ലവ് ജിഹാദിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രേമിക്കുമ്പോഴോ അത് ലവ് ജിഹാദും. എന്നാൽ ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദുവിനെ വിവാഹം കഴിക്കുമ്പോഴോ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുമ്പോഴോ അവിടെ ജിഹാദൊന്നും ഇല്ലാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ചെറുപ്പക്കാരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നത് മതം നോക്കിയല്ല. അങ്ങനെ ഒരാൾ ഇന്ന മതത്തിലെ ആളാണെന്ന് കണ്ടുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടാനും പറ്റില്ല. ഈ ആകർഷണം എന്ന് പറയുന്നത് അവരുടെ പോലും നിയന്ത്രണത്തിനപ്പുറമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചില ആൾക്കാരോട് വലിയ അടുപ്പം തോന്നും. അതെല്ലാവരോടും തോന്നില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നത് പ്രകൃതിയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരോടും തോന്നേണ്ടതല്ലേ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മതം കൊണ്ടുവച്ചിട്ട് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക സമുദായത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ എനിക്ക് പാലാ ബിഷപ്പിനോടും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരോടും ചോദിക്കാനുള്ളത്, ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതി ഒരു ഹിന്ദുവായിട്ട് അവൾ കൊലപ്പെടുത്തിയത് ഒരു മുസ്ലിമിനെയാണ്. പക്ഷേ അവളെ ആ കുറ്റത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒടുവിൽ ഇറങ്ങിയത് മറ്റൊരു മുസ്ലിമാണ്. ആ മുസ്ലിമിൻ്റെ ഇടപെടലിലാണ് അവൾക്ക് ഇപ്പോൾ ഈ വധശിക്ഷയിൽ നിന്നും മോചനം കിട്ടിയിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുകൂടാതെ പാലാ ബിഷപ്പിന് ഒരുപക്ഷെ ഇപ്പോൾ അറിയാമായിരിക്കും, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയിരിക്കുകയാണ്. അതേക്കുറിച്ചും താങ്കളൊന്ന് പ്രതികരിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. അനീതി ആര് ചെയ്താലും അതിനെതിരെ ശബ്ദമുയർത്തണം. അത് ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും നരേന്ദ്രമോദി ചെയ്താലും ശരി, രാഹുൽ ഗാന്ധി ചെയ്താലും ശരി, കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും ശരി, ശബ്ദമുയർത്തണം. പക്ഷേ അധികാരത്തിൽ ഇരിക്കുന്നവരെ സൂപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളെങ്കിലും, മിനിമം ക്രിസ്ത്യാനികളെങ്കിലും, ഞാനിങ്ങനെ ക്രിസ്ത്യാനികളെങ്കിലും എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ്. അനീതിക്കെതിരെ ശബ്ദിച്ച, അനീതി ചെയ്യുന്ന അധികാരികൾക്കെതിരെ ശബ്ദിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ക്രിസ്തുവിൻ്റേത് നമുക്കറിയാം. ഇപ്പോൾ ക്രിസ്തുവിനെ നാമമാത്രമായിട്ടെങ്കിലും പിന്തുടരുന്ന ക്രിസ്ത്യാനികളെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി അനീതിക്ക് കൂട്ടുനിൽക്കരുത്. താങ്ക് യു.